ഹലോ, അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കില്ലേ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ളൊരു ആഗ്രഹമായിരിക്കും ഫോണിന്റെ ഉപയോഗം മാക്സിമം അങ്ങ് കുറയ്ക്കണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമുക്കത് പറ്റില്ല? അതിന്റെ ഒരു റീസൺ എന്താ വെച്ചാലുണ്ടല്ലോ, ഇപ്പോ നമ്മള് വീട്ടിലെ കുറേ ജോലികളൊക്കെ ചെയ്ത് മടുത്തു, ഓഫീസിലെ കുറേ ജോലികളൊക്കെ ചെയ്ത് മടുത്ത് നമ്മളൊന്ന് ഇരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാം, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു സംഭവം വരുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ, കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കാം. നമ്മുടെ റിലാക്സേഷന്റെ ഒരു ഫസ്റ്റത്തെ പ്രിയോറിറ്റി ആയിട്ട് വന്ന് കിടക്കുന്നത് ഫോണാണ്. ഫോണിൽ കുറച്ച് നേരം വീഡിയോസ് കാണാം, റീൽസ് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഫോണൊക്കെ ഒരുപാട് യൂസ് ആക്കണേക്കാട്ടിലും മുന്നേ നമുക്ക് വേറെ ഒരുപാട് നമുക്കുണ്ട്. ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഒരുപാട് സജഷൻസ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ റിലാക്സേഷന്റെ ഫസ്റ്റത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ഓക്കെ, കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കാം അല്ലേ. അപ്പൊ ഇല്ലേ, നമുക്ക് ഈ നമ്മുടെ റിലാക്സേഷന്റെ ഈ ഒരു സംഭവം ഫോൺ നോക്കി ഇരിക്കാം എന്നതിന് പകരമായിട്ട് കുറച്ച് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഫോണിന്റെ യൂസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോ ഈ വീഡിയോ നിങ്ങളത് കണ്ടത് കൊണ്ട് നാളെ മുതൽ നിങ്ങൾക്ക് ഫോൺ മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാം ഈ കുഞ്ഞു കുട്ടികളെ ഓരോ ചെറിയ സ്റ്റെപ്പ് വെച്ച് വെച്ച് പോണ പോലെ തന്നെ പറ്റുള്ളൂ. ഞാൻ സീരിയസ്ലി എന്റെ ഫോണിന്റെ ഉപയോഗം കുറച്ചിട്ടുണ്ട്. അത് ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഫോണില്ലേ, ഈ പറയണ പോലെ റിലാക്സേഷന് വേണ്ടിയിട്ട് ഓക്കെ കുറച്ച് നേരം ഫോൺ നോക്കാം. അത് കൂടാതെ തന്നെ ഈ വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെ എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കി 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 കഴുത്തിന് നല്ല രീതിക്ക് വേദനയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാൻ എന്റെ മുന്നിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഫോണിന്റെ യൂസ് കുറയ്ക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഫോണിന്റെ യൂസ് ഒരുപാട് കുറച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പകുതിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നിങ്ങൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ഫോൺ കുറച്ചു നേരം നോക്കാം എന്നതിന് പകരം ഇതിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ദിവസേ ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഫോൺ നോക്കാതെ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഒരു വർഷം തുടങ്ങുന്ന സമയത്തേക്കാണ് ടെക്നിക്കലി ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ അതിലൊരു നിയമവും ഇല്ല. നമുക്കുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു വർഷം തീരാൻ വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങൾ കൂടെ നമുക്കുണ്ടല്ലോ. അപ്പൊ ആ മാസത്തിന് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, വിഷൻ ബോർഡിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നു വേണ്ടല്ലോ. അപ്പൊ നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തവണ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതേ കണ്ടോ, ഇതുപോലെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിക്കാത്തത്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് സൂം ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പറ്റില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ കുറെ നാൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് നിങ്ങൾ അതിൽ എഴുതി വെച്ചാൽ പോലും മതിയാകും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചു നേരം ചിന്തിക്കാൻ പറ്റും. അതിലുപരി നമുക്ക് ഉള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് തർപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കാണുമ്പോൾ ഓക്കെ എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളൊരു തൊരയും നമുക്ക് വരും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നെക്സ്റ്റ്, നമ്മൾ ഭൂരിഭാഗം വീട്ടമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകുന്നേരം എന്തുണ്ടാക്കും അല്ലേ. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് കളർഫുൾ ആയിട്ട് ഇപ്പൊ നമുക്ക് പൊതുവെ നമ്മൾ ഓൺലൈൻ സൈറ്റ്സിലൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മെനു കാർഡൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്താണ് ഫ്രിഡ്ജിൽ ഒട്ടിക്കാനുള്ളത് നമുക്ക് കിട്ടും. അതൊന്നും വേണമെന്നില്ല. അതൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്ത് വെക്കാം. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് ഒരു സ്റ്റിക്കി നോട്ടിലാണ് ഞാൻ ഒട്ടിച്ച് വെക്കാറ്. അപ്പൊ ഇതേ പറ്റിയിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം ഈ ഒരു ഐഡിയ കിട്ടി. ഞാൻ ഇത് ചെയ്ത് നോക്കി. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞാനിപ്പോ എന്റെ ഫ്രിഡ്ജിൽ ഞാൻ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ അത് കളർഫുൾ ആയതുകൊണ്ട് നമുക്കത് ഒരു നോട്ടം കിട്ടുകയും ചെയ്യും. ഒരു കൺഫ്യൂഷനും ഇല്ല. രാവിലെ ഒരു 4-5 ദിവസത്തേക്കുള്ള മെനു ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പൊ ഒരു കൺഫ്യൂഷനും ഇല്ല. അടുക്കളയിലോട്ട് കയറുക, അവിടെ നോക്കുക, ഓക്കെ ഇന്ന സാധനമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്, അതങ്ങ് തുടങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് ടെൻഷൻ തുടങ്ങും. ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക, രാത്രി എന്താ ഉണ്ടാക്കുക എന്നുള്ള തല പോകുന്ന ആലോചിക്കണം. ഓൾറെഡി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ കുറച്ച് സമയം ഇരുന്നിട്ട് ഇതൊന്ന് ആലോചിച്ചത് ഒരിക്കലും നിങ്ങൾ പണിയായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇതൊരു റിലാക്സേഷൻ. നമ്മൾ ഈ സ്കെച്ച് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അതാണ് കളർഫുൾ ആക്കാൻ പറയണേ. അല്ലാതെ ചിലപ്പോൾ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണി കഴിഞ്ഞു, അതിന്റെ കൂടെ ഒരു പണിയും കൂടെ ഉള്ള തോന്നലായിരിക്കും നിങ്ങൾക്ക് മെനു കാർഡ് ഉണ്ടാക്കുമ്പോൾ വരിക. പക്ഷെ
കളറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. എനിക്കൊക്കെ പേഴ്സണലി അങ്ങനെയാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്കെച്ച് പെൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഒരു മെനു കാർഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജോലി എളുപ്പമാക്കാൻ ചെയ്യും. പിന്നെ ഈ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും. അവിടെ റിലാക്സേഷൻ ആയി. ഫോൺ വേണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാന്തോ അല്ലെങ്കിൽ ഒരു ക്രിഞ്ചി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഏട്ടന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതേ കൊടുത്തൊരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ വേറെ പൈസ കൊടുത്തിട്ട് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കേക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു ജാറായിരുന്നു. അത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ 10 റീസൺസ് ഏട്ടനെ പറ്റിയിട്ടുള്ള നല്ല നല്ല എനിക്ക് എന്തുകൊണ്ടാണ് ഏട്ടൻ ഇഷ്ടം അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ ഒരു 10 കൗണ്ട് ഞാൻ ഓർക്കുന്നില്ല, കുറെ നാളായി. അപ്പൊ അത് എഴുതിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സത്യം പറഞ്ഞ് ഒരുപാട് രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഓക്കെ സന്തോഷം ഉണ്ടാവും. പക്ഷെ അതിലുപരി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് കിട്ടുകയാണെങ്കിലും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ക്രിഞ്ച് അടിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു നോട്ട്, ഒരു ഐ ലവ് യു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ എന്താണോ അവരെ പറ്റിയിട്ട് നല്ലത് തോന്നുന്നത് അതൊക്കെ ഇതുപോലെ ഒരു നോട്ടിലൊക്കെ എഴുതി വേണമെങ്കിൽ കുറച്ച് ഒരു പൂമ്പാറ്റിയോ ഒരു പൂവോ ഒരു ചിത്രശലഭോ ഒക്കെ വരച്ചിട്ട് റെഡിയാക്കി വെക്കുക. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ റിലാക്സ് ചെയ്യേണ്ട സമയത്ത് ഒരു സ്റ്റിക്കി നോട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് വൈകുന്നേരം അവർ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുക. അപ്പൊ അവരുടെ ഫസ്റ്റത്തെ റിയാക്ഷൻ നിനക്ക് വയ്യേ, നിനക്ക് ഭ്രാന്താണോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരത് പുറത്തങ്ങനെ പറയണമെങ്കിലും ഉള്ളിൽ അവർക്ക് സീരിയസ് ആയിട്ട് നല്ല സന്തോഷം ഒരു പുഞ്ചിരി അവർക്ക് ഉണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ക്രിഞ്ചായിരിക്കും, പക്ഷെ ഒരു രസമല്ലേ. പിന്നെ നമുക്ക് ഈ ഫോൺ നോക്കണതിന്റെ പകരം ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്യാം. ഒന്നും അറിയത്തില്ല, എനിക്ക് അതിന്റെ ABCD എനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കര വീക്കാണ് പടം വരയില്. പക്ഷെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുക, ഫുൾ പെയിന്റ് അടിക്കുക, അതിനത്ര കഴിവൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് അത്ര ഫിനിഷിങ്ങും അത്ര അടിപൊളി അല്ലെങ്കിൽ പോലും വെറുതെ ഒരു കുപ്പി ഇരിക്കണേക്കാട്ടിലും നല്ലതല്ലേ ഇത്. ഇപ്പൊ ഇതുപോലത്തെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു 10 പൈസ പോലും ഇല്ലാണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. ഒരുപാട് എംറ്റി ആയിട്ടുള്ള ബോട്ടിൽസും ജാർസും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്ത് അതിൽ കുറച്ച് കളർ അടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ കിച്ചണിലും ലിവിംഗ് റൂമിലും എവിടെയെന്നൊക്കെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണാനും നല്ല രസമാണ്. നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷവും കിട്ടും. ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഇതിലോട്ട് ഇൻവോൾവ് ആവാനും പറ്റും. പിന്നെ പത്രം വായിക്കുന്ന ശീലമുള്ള എത്ര ആൾക്കാരുണ്ട്? എനിക്ക് തീരെ ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾക്ക് അത് വളർത്തിയെടുക്കുക. അതൊരു റിലാക്സേഷന് പറ്റിയൊരു സംഭവമാണ്. ചിലപ്പോൾ വായിക്കാൻ ഇഷ്ടം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഡിഗ്രി വരെ റീഡിങ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു. ഡിഗ്രി കോളേജിൽ ചെന്നിട്ട് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അത് നമുക്ക് അസംബ്ലിയുടെ സമയത്ത് ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ക്ലാസ്സിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു ദിവസം നമ്മുടെ ചേതൻ ഭഗത്തിന്റെ 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഒരു ചേട്ടൻ അവിടെ പ്രസന്റ് ചെയ്യും. അതായത് അസംബ്ലി നടത്തുന്ന സമയത്ത് ആരാണ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കും. ആഴ്ച അവര് വായിച്ചിട്ടുള്ള ബുക്കിനെ പറ്റിയിട്ട് ഒരു സമ്മറൈസ് ചെയ്തിട്ട് പറയണം. അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുള്ള ബുക്കായിരുന്നു ചേതൻ ഭഗത്തിന്റെ 2 സ്റ്റേറ്റ്. ഞാൻ സീരിയസ്ലി എന്റെ റീഡിങ്ങിന്റെ ആ ഒരു സംഭവം ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ആ ബുക്ക് വായിച്ചിട്ടാണ്. അപ്പൊ അത് അന്ന് ലവ് സ്റ്റോറി ആയിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ ആ കഥയൊക്കെ കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിട്ട് നമ്മള് ലൈബ്രറിയിൽ നിന്ന് ആ ബുക്ക് എടുത്ത് അങ്ങ് വായിച്ചു തുടങ്ങി. അന്ന് മുതലാണ് ഞാനത് റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ റീഡിങ് ഇപ്പൊ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും നമ്മളൊരു പെർട്ടിക്കുലർ ബുക്ക് നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിട്ട് നമുക്ക് മാറും. അപ്പൊ ബുക്ക് വായിക്കില്ലെങ്കിൽ പത്രം വരുത്തുന്ന ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ ആ ഒരു ഫോൺ നോക്കുന്നതിന് പകരം കുറച്ചു നേരം പത്രം വായിക്കാം. പത്രം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിവുകളൊക്കെ കിട്ടാൻ ചെയ്യുമല്ലോ. പക്ഷെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ വായിക്കാതെ നല്ല നല്ല ന്യൂസ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കുന്നതിനെക്കാട്ടിലും മുൻപ് ഫോൺ നോക്കുന്നതിന് പകരം വേറെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നല്ലപോലെ എണ്ണ തേച്ച് കുറച്ച് ഹെർബൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനം തേച്ചിട്ട് നിങ്ങളൊന്ന് കുളിച്ചുമ്പോൾ അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള കുറേ ജോലി, വീട്ടിലെ ജോലി, ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ പൊടിയോ
അല്ലെങ്കിൽ അങ്ങനെ കടലമാവോ, ഞാനിപ്പോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓട്സിന്റെ ആയിട്ട് ഓട്സും തൈരും കൂടെ ചേർത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പൊ അതൊക്കെ തേച്ചിട്ട് അങ്ങനെ കുളിക്കുമ്പോ എന്താ നമുക്ക് നല്ല റിലാക്സേഷൻ ആയി, ഫോൺ ആ നേരം നമ്മൾ നോക്കില്ല. പിന്നെ നമ്മുടെ ശരീരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചെളിയൊക്കെ പോയിട്ട് അങ്ങ് സെറ്റ് ആകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ തന്നെ നമ്മൾ DIY ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന ഏതെങ്കിലും പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ആർഭാടമായിട്ട് അങ്ങ് കുളിച്ചു നോക്കുക. ഇതുപോലെ ഒരുപാട് കുട്ടി കുട്ടി കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, പുറത്തിറങ്ങി ചുമ്മാ നടക്കാം, ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗാർഡനിങ് ചെയ്യാം. ഇത് പക്ഷെ നമ്മള് പണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോ എന്താ പറയാ, പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, വെളിയിൽ ഇറങ്ങി കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾക്കാണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ എടുക്കുന്നത് ഫോണാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഓരോ പണിയൊക്കെ ചെയ്തിട്ട് റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഫോണാണ്. അത് പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് അത് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ നമ്മൾ സീരിയസ്ലി നമ്മൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോയി. നമ്മുടെ റിലാക്സേഷന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഫോണായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ കുട്ടി 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേസമയം നമുക്കും നമ്മുടെ വീടിനും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ അതിന് പകരം ഓരോന്നായിട്ട് ചെയ്ത് 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 നമുക്ക് ഫോണിന്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.